ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള റൊഡേഷ്യ 44 വർഷം മുമ്പ് സ്വാതന്ത്ര്യം നേടിയപ്പോൾ രാജ്യത്തിന്റെ പേര് സിംബാബ്വെ എന്നാക്കി മാറ്റി. വെള്ളക്കാർക്ക് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്ന ഈ രാജ്യത്തിൽ കറുത്തവർഗക്കാരുടെ മേധാവിത്വം ഉണ്ടായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. റോബർട്ട് മുഗാബെ എന്ന ഏകാധിപതി വെള്ളക്കാരെ അടിച്ചമർത്തുകയും കറുത്തവർഗക്കാർക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകുകയും ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സൽപ്പേരുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇത്. ആഫ്രിക്കൻ ജനതയുടെ നേതാവായി അദ്ദേഹം അറിയപ്പെടുകയും ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് വരെ ആകുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. എങ്കിലും കടുത്ത വംശീയവാദിയായിരുന്ന റോബർട്ട് മുഗാബെ ഏകാധിപത്യ ശൈലിയിൽ രാജ്യം ഭരിക്കുകയും പ്രതിപക്ഷ രാഷ്ട്രീയക്കാരെ അടിച്ചമർത്തുകയും ചെയ്തു. 37 വർഷം നീണ്ടുനിന്ന മുഗാബെയുടെ ഭരണകാലത്ത് ഏകദേശം 30 ലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. സിംബാബ്വേയിൽ കൂടുതലും എസ്റ്റേറ്റുകൾ നടത്തിയിരുന്നത് വെള്ളക്കാരായിരുന്നു. വെള്ളക്കാരുടെ എസ്റ്റേറ്റുകൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി മുഗാബെ ആഹ്വാനം ചെയ്യുകയും പകുതിയോളം വെള്ളക്കാർ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലുമൊക്കെ പോയി ജീവിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. പക്ഷെ വെള്ളക്കാർ നാടുവിട്ടപ്പോൾ ആഫ്രിക്കക്കാർക്ക് കാര്യക്ഷമമായി എസ്റ്റേറ്റുകൾ നടത്തുവാൻ പറ്റിയില്ല. എസ്റ്റേറ്റുകളിലെ ജോലിക്കാരിൽ ഭൂരിഭാഗവും ആഫ്രിക്കക്കാർ ആയിരുന്നുവെങ്കിലും മാനേജ്മെന്റ് എന്നൊരു വൈദഗ്ധ്യം വലിയ കൃഷിത്തോട്ടങ്ങൾക്ക് ആവശ്യമാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അതോടുകൂടി കാർഷിക ഉൽപ്പാദനം കുറയുകയും ഭക്ഷണം ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലാവുകയും ചെയ്തു. ആഫ്രിക്കയുടെ ഫുഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെട്ടിരുന്ന സിംബാബ്വെ ഭക്ഷണക്ഷാമത്തിലേക്ക് നീങ്ങിയപ്പോൾ വെള്ളക്കാരെ തിരിച്ചു വിളിക്കുവാൻ ആഫ്രിക്കൻ ഭരണാധികാരികൾ നിർബന്ധിതരായി. എങ്കിലും ജനങ്ങൾക്ക് സ്വത്തിനുമേലുള്ള അവകാശം വെള്ളക്കാർക്ക് വിട്ടുകൊടുക്കുവാൻ വലിയ താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് വെള്ളക്കാർ പാട്ടത്തിനടുത്താണ് ഇപ്പോൾ സിംബാബ്വേയിൽ കൃഷി നടത്തുന്നത്. വെള്ളക്കാർ വീണ്ടും ഭരണ സാരഥ്യം ഏറ്റെടുത്ത എസ്റ്റേറ്റുകളിൽ ഉൽപ്പാദനം വർദ്ധിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തിലുള്ള 21,000 എസ്റ്റേറ്റുകളിൽ 4,000 എസ്റ്റേറ്റുകൾ മാത്രമേ വെള്ളക്കാർ നടത്തുന്നുള്ളൂ. 17,000 എസ്റ്റേറ്റുകൾ കറുത്തവർഗക്കാർ പിടിച്ചടക്കി കഴിഞ്ഞു. വെള്ളക്കാർ നടത്തുന്ന എസ്റ്റേറ്റുകൾ മാത്രമേ ലാഭകരമായി കൊണ്ടുപോകുവാൻ പറ്റുന്നുള്ളൂ. സിംബാബ്വേയിലെ നഗരങ്ങളിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കോളേജ് അധ്യാപകരും ഇപ്പോഴും വെള്ളക്കാർ തന്നെയാണ്. അവരെ പുറത്താക്കുവാൻ സാധിച്ചിട്ടില്ല. 10 വർഷം മുമ്പ് റോബർട്ട് മുഗാബെ നടത്തിയ ഒരു പൊതുപ്രസംഗത്തിൽ എല്ലാ വെള്ളക്കാരും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഹ്വാനം ചെയ്യുകയും ജനങ്ങളുടെ കയ്യടി നേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വെള്ളക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ആഫ്രിക്കക്കാർക്ക് ചെയ്യുവാൻ പറ്റാത്തതുകൊണ്ട് പ്രൊഫഷണൽ തുറകളിൽ ഇപ്പോഴും രാജ്യം വെള്ളക്കാരെ തന്നെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത കാലത്തായി റോബർട്ട് മുഗാബെയുടെ ഭരണം അവസാനിപ്പിക്കുവാനും വെള്ളക്കാരുമായി കൂടുതൽ യോജിച്ചു പോകുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരുവാനും ഇടയായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, മന്ത്രിമാരിൽ ഒരാൾ ഇപ്പോൾ വെള്ളക്കാരിയായ കേട്സി കോവൻട്രിയാണ്. ദക്ഷിണാഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് സാംബിയയ്ക്ക് താഴെയാണ് സിംബാബ്വെ എന്ന കൊച്ചു രാജ്യം സ്ഥിതി ചെയ്യുന്നത്. 1.5 കോടി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു. കേരളത്തിന്റെ 10 ഇരട്ടി വലിപ്പമുണ്ടാകും. സിംബാബ്വെയുടെ തലസ്ഥാനം മനോഹരമായ ഹരാരെ നഗരമാണ്. 20 ലക്ഷം ജനങ്ങൾ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്നു. ഹൈലാൻഡ് ക്ലൈമറ്റുള്ള ഹരാരെ യൂറോപ്യൻ നഗരങ്ങളെ വെല്ലുന്ന ജീവിതശൈലിയും ഗാർഡൻ അന്തരീക്ഷവുമുള്ള ഒരു നഗരമാണ്. ധാരാളം മോണിമെന്റ്സും മെമ്മോറിയൽസും മ്യൂസിയങ്ങളും കത്തീഡ്രലുകളും ബൊട്ടാണിക്കൽ പാർക്കും സുവോളജിക്കൽ പാർക്കും ടൂറിസ്റ്റുകളെ ഈ നഗരത്തിലേക്ക് ആകർഷിക്കുന്നു. ഹരാരെ നഗരത്തിലെ കോയിംബ്ര റെസ്റ്റോറൻറ്റ് മികച്ച പോർച്ചുഗീസ് ഭക്ഷണം കൊടുക്കുന്നു. ചിക്കൻ ആൻഡ് ചിപ്സ് പോലെയുള്ള വിഭവങ്ങളാണ് ഇവിടെ കൂടുതലായി ലഭ്യമായിട്ടുള്ളത്.